ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൂരിക്ക് ആവശ്യമായ ഗോതമ്പ് പൊടി എടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം മൈദാമാവും യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക. ഞാനിവിടെ ഗോതമ്പ് പൊടിയുടെ അളവൊന്നും പറയുന്നില്ല. നമ്മളുടെ അളവിനനുസരിച്ച് ഏകദേശം ഒരു അളവിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിൽ ചോറാണ് ഞാൻ അരച്ച് ചേർക്കുന്നത്. ചോറ് അരച്ച് ചേർക്കുമ്പോൾ പൂരി നല്ല സോഫ്റ്റായി കിട്ടും. അല്ലാതെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടും കുഴയ്ക്കാം. ചോറ് അരയ്ക്കണ കാരണം പൂരിക്ക് നല്ല സോഫ്റ്റ് ആവാൻ നല്ലതാണ്. കൂടാതെ ഇതിൽ അല്പം റവയും കൂടി ചേർത്താൽ, പൊടി കുഴയ്ക്കുന്നതിൽ അല്പം റവ ചേർത്താലും പൂരി നല്ല ക്രിസ്പിയായി കിട്ടും. ഞാനിവിടെ റവ ചേർത്തിട്ടില്ല. പൂരി കുഴയ്ക്കുമ്പോൾ നമ്മളെ ചപ്പാത്തി മാവിൻ്റെ അത്ര തന്നെ ലൂസാവണ്ട, അതിനേക്കാളും കുറച്ച് ടൈറ്റായിട്ട്, അത്ര തന്നെ ലൂസാവണ്ട. പൊടി നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ നമ്മളുടെ കയ്യിലെടുത്ത് ഉരുളകളിൽ നന്നായി പുരട്ടുക. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ശേഷം അതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് നമുക്ക് ചപ്പാത്തി പ്രസ്സിലിട്ട് പരത്തിയെടുക്കാം. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ പൂരിയും ഇട്ടിട്ട് ചുട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ നല്ലവണ്ണം സോഫ്റ്റായിട്ട് നല്ല പൊന്തി വരുന്നത് കണ്ടില്ലേ? ഒരു സൈഡ് വെന്താൽ നമുക്ക് മറ്റേ സൈഡ് മറിച്ചിടാം. അല്ല, ഒരുപാട് നേരം വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോ ഉരുളകളും നമ്മൾ വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കാം. വെളിച്ചെണ്ണ വാരാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ സ്വാദിഷ്ടമായ പൂരി റെഡിയായി. ഇതിൽ കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി പൂരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റവ ചേർക്കുകയാണെങ്കിൽ ഇതിലേറെ ക്രിസ്പി ആയിരിക്കും. ഇത് ഞാൻ റവയൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല സോഫ്റ്റ് പൂരിയാണ്. ഓക്കെ, താങ്ക് യു.